എൻ്റെ പേര് PN അശോകൻ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ പത്രസമ്മേളനം ഹിന്ദു ഐക്യവേദിയുടെ 23ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഈ സമ്മേളനം നടത്തുന്നത് പി. സുധാകരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ ഒപ്പമുള്ള നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ VK സജിത്ത്, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി CD പ്രദീപ് കുമാർ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിന്റെ വിഷയത്തിലേക്ക് ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ 23ാം സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ശനി ഞായർ മെയ് 23, 24 തീയതികളിൽ ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. ഹിന്ദു ഐക്യവേദി 1990-ലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് 2003-ലാണ്, മാറാട് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ്. അതുവരെ അതൊരു മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത്. നമ്മളൊരു 5 വർഷം കൂടുന്ന സമയത്ത് വളരെ വിപുലമായ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. 2 വർഷം മുമ്പ് 20ാം സമ്മേളനം തൃശ്ശൂർ വെച്ചായിരുന്നു, വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ വെച്ചായിരുന്നു. വലിയ സമ്മേളനമായിരുന്നു. 23ാം സമ്മേളനം നമ്മൾ പ്രതിനിധി സമ്മേളനമാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ സാമൂഹ്യ കാര്യങ്ങളും ക്ഷേത്ര വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കും. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നന്ദാത്മജാനന്ദ സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ നന്ദാത്മജാനന്ദ സ്വാമികളാണ്. അദ്ദേഹം പ്രബുദ്ധ കേരളത്തിൻ്റെ പത്രാധിപരാണ്. അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ, രക്ഷാധികാരിമാരായിട്ടുള്ള പത്മശ്രീ കുഞ്ഞോൽ മാഷ്, KN രവീന്ദ്രനാഥ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എന്നീ ആളുകൾ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത് പല സെഷനുകളിൽ സംസാരിക്കും. ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ, ഒന്ന് SC/ST സമൂഹങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള വിഷയങ്ങൾ, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുടെ പ്രശ്നങ്ങൾ, അത് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയായിരിക്കും. മറ്റൊന്ന് തുഞ്ചൻ സ്മാരകമടക്കമുള്ള സാംസ്കാരിക വിഷയങ്ങൾ. ഇന്ന് അത്തരത്തിലുള്ള ഹിന്ദു ധാർമ്മിക സാംസ്കാരിക വിഷയങ്ങൾ, അത് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ചരിത്രവും പൈതൃകമൊക്കെയാണ്. അതൊക്കെ വിവാദത്തിലാണ്. ശങ്കരാചാര്യരാണെങ്കിലും തുഞ്ചത്താചാര്യനാണെങ്കിലും തുഞ്ചത്താചാര്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദഗതികൾ പോലും പല മേഖലയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാംസ്കാരിക വെല്ലുവിളികൾ നമ്മുടെ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മതേതരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സംഘടിത മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ഹിന്ദു സാമുദായിക സംഘടനാ നേതാക്കളെ വളരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അനവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദു സംഘടനാ നേതാക്കൾക്ക് സുരക്ഷിതമായി സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം, അതിന് ഭീഷണി നേരിടുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ ശബരിമല മുതൽ ഗുരുവായൂർ വരെയുള്ള ക്ഷേത്രങ്ങൾ, നമുക്കറിയാം ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത് ദേവസ്വം ബോർഡുകളാണ്. ആ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ആചാരപരമായ വിഷയങ്ങൾ, അനുഷ്ഠാനത്തിലുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കുന്നത്, നഷ്ടപ്പെടുന്ന ക്ഷേത്രഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം, അത് ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അനവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രങ്ങളൊക്കെ വിവാദങ്ങളാണ്.
അപ്പോൾ അത്തരം വിഷയങ്ങളും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിന് ശേഷം ഹിന്ദു ഐക്യവേദി അതുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുക്കൽ ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം ഇതിന് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ജൂലൈ മാസം 28-ാം തീയതി ഒരു ഹിന്ദു നേതൃസമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. ആ ഹിന്ദു നേതൃസമ്മേളനത്തിൽ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും ബാക്കി ഏകദേശം 200ഓളം ഹിന്ദു സാമുദായിക സംഘടനാ നേതാക്കൾ ആ ഹിന്ദു നേതൃസമ്മേളനത്തിൽ പങ്കെടുക്കും. അവിടെ നമ്മൾ ചർച്ച ചെയ്യും. മറ്റൊന്ന്, 2012 ഒരു ഹിന്ദു അവകാശ പത്രിക നമ്മൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ആ ഹിന്ദു അവകാശ പത്രികയിൽ ഈ എല്ലാ ഹിന്ദു സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. ആ ഹിന്ദു അവകാശ പത്രിക ഇപ്പോൾ 14 വർഷമായി. അത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് പുതുക്കി പുതിയൊരു ഹിന്ദു അവകാശ പത്രിക ഈ ജൂൺ മാസം 28-ാം തീയതിയിലെ ഹിന്ദു നേതൃസമ്മേളനത്തിൽ അതിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തതിന് ശേഷം അത് സർക്കാരിനെ ഒരു നിവേദനമായിട്ട് നമ്മൾ സമർപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ഇന്നത്തെ വാർത്ത മാത്രമല്ല, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വാർത്തകൾ അത് ഒരു സംസ്ഥാന സമ്മേളനം എന്നുള്ള അതിലൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് അത് മാധ്യമങ്ങളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ രാവിലെ ഉദ്ഘാടനം 10 മണിക്കാണ്. 9:30-ക്ക് പതാക ഉയർത്തും. അതിനുശേഷം 10 മണിക്ക് ഉദ്ഘാടനം. പറഞ്ഞു ചാലക്കുടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാൾ, സോമനാഥ നഗർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ മുമ്പുള്ള സംസ്ഥാന സമിതി യോഗമുണ്ട് 23-ാം തീയതി. അത് കോട്ട വ്യാസവിദ്യാനികേതനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 1000-ഓളം പ്രതിനിധികൾ ഉണ്ടാവും. താലൂക്ക് ചുമതലക്കാര്, ജില്ലാ ചുമതലക്കാര്, സംസ്ഥാന ചുമതലക്കാര്, അങ്ങനെയുള്ള ആളുകളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1000 പ്രതിനിധികൾ ഉണ്ടാവും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?